ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളെത്തിയിരിക്കുന്ന മൈസൂറിലാണ്. മൈസൂറിലെ വിൻറ്റേജ് കാർ മ്യൂസിയം കാണാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. കണ്ടോ, ഒരു പടുകൂറ്റൻ ബിൽഡിങ് നമുക്കിപ്പോൾ മുന്നിൽ കാണാൻ പറ്റും. അപ്പോൾ വിൻറ്റേജ് കാറിൻ്റെ ഒരു ശേഖരം തന്നെ കാണാൻ വേണ്ടിയാണ് പോയത്. മൈസൂറിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. കണ്ടോ, ഒരു അതിഭയങ്കരമായ സ്ട്രക്ചറാട്ടോ കാണുന്നത്. അപ്പോൾ ഇത് ചുറ്റിനും ഒന്ന് കാണിച്ചു തരാം അല്ലേ. പക്ഷേ എത്ര കിലോമീറ്റർ ഉണ്ട്? 14 കിലോമീറ്റർ അല്ലേ. അങ്ങോട്ടൊന്ന് കണ്ടിട്ട് വിൻറ്റേജ് കാർസ് കണ്ടത്. വിൻറ്റേജ് കാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം എന്താ സംഭവം. ഇതിനകത്താണ് നമ്മുടെ വിൻറ്റേജ് കാർസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മൊത്തം കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ടിക്കറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ്. ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. അപ്പം കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രീമിയർ പത്മിനി മാതിരിയുള്ള ഒരു കാറ് കാണാൻ പറ്റും. MYE 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് കമ്പനിയുടെ വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് പ്രീമിയർ പത്മിനി അല്ല, സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ ഏരിയ മൊത്തം ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണ്. എൻട്രൻസ് ഇതിനകത്താണ് ഈ സകല സംഭവം നടക്കുന്നത് അല്ലേ. എൻട്രൻസ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഫ്രീ പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഇഷ്ടം പോലെ വില്ലേജ് കാറുകളാണ്. ശ്രീ ഡോക്ടർ ബി വീരേന്ദ്ര ഹെഗഡെ, അദ്ദേഹമാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രഖ്യാപനം. അദ്ദേഹമാണ് ഇത് മൊത്തം സെറ്റ് ചെയ്യുന്നത്. ടിക്കറ്റ് 50 രൂപയാണ്. ടിക്കറ്റ് എത്ര? ടിക്കറ്റ് 50 രൂപ. 50 രൂപ ടിക്കറ്റിൽ നമ്മൾ ഉള്ളിലേക്ക് കയറുവാണേ. നമുക്ക് ഒത്തിരി കാണാനുണ്ട് വിൻറ്റേജ് കാഴ്ച. സുരേഷ് മാഷുണ്ട്. അപ്പോൾ ആദ്യം ക്യാമറയ്ക്ക് ചാർജ് ഇല്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് 100 രൂപ ക്യാമറയ്ക്ക് ചാർജ് ഉണ്ടെന്ന്. അപ്പോൾ അതെടുക്കാൻ ചെയ്ത് പോയിട്ടുണ്ട്. മൊബൈലിലെല്ലാം പെർമിറ്റഡ് ആണ്, ഫ്രീ ആണ്. ക്യാമറയ്ക്ക് അത് GoPro ക്യാമറ ആയതുകൊണ്ട് അതിന് ചാർജ് ഉണ്ടാക്കി. ടിക്കറ്റ് എടുത്ത് അതേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ഭയങ്കരമായ ശേഖരങ്ങളാണ്. കാളവണ്ടിയുടെ വീരാണ് തുടക്കത്തിൽ കാണുന്നത്. പഴയകാല കുതിരവണ്ടികൾ. പഴയ ഡൈനോമാണ്. സിലിണ്ടറോ വണ്ടിയുടെ സിലിണ്ടർ. കാർബേറ്ററാണ്. അതെ അല്ല, APS എടുക്കണം ആദ്യം എന്തായാലും. എന്നിട്ട് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. APS ഒരു 2-3 ആഴ്ച. സ്റ്റിയറിംഗ് ബോക്സ്. സ്റ്റിയറിംഗ് ബോക്സ്. അതെ APS എടുക്കണം, IELTS എടുക്കണം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് വേണം, IELTS വേണം. APS നിർബന്ധമല്ല. യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ IELTS വേണം. IELTS ചെയ്യാം. എന്നിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടും. മാത്രം കിട്ടും. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ അവർക്ക് എല്ലാം അയക്കണം.
ചേട്ടന്മാർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, അന്ന് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി മേടിച്ചതായിരിക്കും. ഇന്ന് കോടി കണ്ട ലക്ഷക്കണക്കിന് രൂപ മുടക്കി മേടിച്ച വണ്ടികളായിരിക്കും. ആ വിൻറ്റേജ് ബൈക്സ് നമ്മുടെ മീൻവണ്ടി കിടപ്പുണ്ട്. MIT എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ 95, 2000 കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മീൻവണ്ടി പാൽവണ്ടിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. MIT ബജാജ് ഇപ്പുറത്ത് ലൂണ, ഹോണ്ട ആക്റ്റീവ, കൈനറ്റിക് ഹോണ്ട 2 സ്ട്രോക്ക് എഞ്ചിനുള്ള കൈനറ്റിക് ഹോണ്ട വണ്ടി ചേർന്നു. ഇപ്പോൾ നമ്മുടെ നെറ്റുകളിൽ ഓടുന്നുണ്ട് കേട്ടോ. ഈ സാധനം ഇതെല്ലാം ഓടുന്നതാണ്. MIT ഉണ്ട്, ലൂണയുണ്ട്, കൈനറ്റിക് 2 സ്ട്രോക്ക് വണ്ടി കൈനറ്റിക്. ഇതെല്ലാം നമ്മുടെ നെറ്റുകളിൽ എല്ലാം എപ്പോഴും ഉണ്ട്. ബജാജിൻ്റെ ചേതക്ക് സ്കൂട്ടർ, ചേതക്ക് സ്കൂട്ടർ 2 ചേതക്കാണ്. ഇന്ത്യൻ എല്ലാം മുംബൈ രജിസ്ട്രേഷൻ, CT. ഇപ്പോൾ കർണാടക. ഇന്ന് K അല്ല, C ആണ് കർണാടക. പിന്നെയാണ് K ആക്കുന്നത്. ഇതെല്ലാം ചേതക്ക് സ്കൂട്ടറുകളാണ്. ഇതേ ബുള്ളറ്റ്സ് ഒക്കെ കണ്ടിട്ട് പക്ഷേ പുതിയ പോലെ തോന്നുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്. പഴയ ബുള്ളറ്റ് പെയിൻ്റ് അടിച്ചാൽ തോന്നുന്നു. അതെ, ഇത് പഴയ ബുള്ളറ്റാണ്. ഇത് ഡീസൽ ബുള്ളറ്റാണ്. സോറി, ഇത് ബുള്ളറ്റല്ല കേട്ടോ, ഇത് രാജ്ദൂത്താണ്. ബുള്ളറ്റല്ല. ഓ, നമ്മുടെ ഒരു വിൻറ്റേജ് ബൈക്കാണ് രാജ്ദൂത്ത് എന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ അല്ലേ ഇത്? രാജ്ദൂത്ത് ഇന്ത്യൻ അല്ലേ? രാജ്ദൂത്ത് ഇന്ത്യൻ വണ്ടി. എൻ്റെ കൊണ്ട് ബുള്ളറ്റ് പോലെ തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ കമ്പനി പഴയ കാലത്ത് നിന്ന് പോയതാണ്. 85 കാലഘട്ടത്തിൽ നിന്ന് പോയ സാധനമാണ് രാജ്ദൂത്ത്. ഓ, ഇതൊക്കെ കാണാൻ പോലെ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ വിൻറ്റേജ് ക്ലാസ് തുടങ്ങിയാണ്. ചെറിയ വിൻറ്റേജ് ക്ലാസ് ഒത്തിരി കിടക്കും. പഞ്ചാബ് രജിസ്ട്രേഷൻ ആയിരിക്കും. സിട്രോൺ വണ്ടിയാണ്. സിട്രോണിൻ്റെ പഴയ വണ്ടിയാണ്. ഇതൊക്കെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ? വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് ലീവർ. ഇതൊക്കെ സെൽഫ് മോട്ടർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഡീസൽ എഞ്ചിനും ടില്ലറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് തോന്നുന്നു? കണ്ടിരിക്കണം. ഒരുപാട് കാറുകളും അതിൻ്റെ മോഡലുകളും ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച കാറ് കാണാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മൾ മൈസൂർ വന്നാൽ എല്ലാവരും തന്നെ ഇത് കണ്ടിരിക്കേണ്ടതാണ്. നിർബന്ധമായും കണ്ടിരിക്കണം. നല്ല കാര്യം. ഇത് നമ്മുടെ കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കും. കാരണം നമ്മുടെ പുരാതന, നമ്മുടെ പഴയ നമ്മുടെ മുത്തച്ഛന്മാർ, മുത്തശ്ശിമാർ നമ്മുടെ കാലഘട്ടത്തിൽ അവർ കണ്ടുകൊണ്ടിരുന്ന മുൻപിലുള്ള വണ്ടികളുടെ ഒരു ശേഖരമാണ്. ശരിക്കും അവർ പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അന്നത്തെ കാശുള്ളവർ, നല്ല പണക്കാർ, രാജാക്കന്മാർ, ഒത്തിരി എന്താ പറയുക ഉടമകളൊക്കെ കൈവശത്താക്കി വെച്ചുകൊണ്ടിരുന്ന വണ്ടികളാണിത്. സാധാരണക്കാർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലോ. പിന്നീടുണ്ട് ഇത് അംബാസഡറിൻ്റെ ഒരു പഴയ രൂപം, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. നമ്മുടെ അംബാസഡർ എടുക്കട്ടെ. ഇത് നമ്മുടെ ഒരു പഴയ അംബാസഡർ. സ്റ്റിയറിംഗ് ശ്രദ്ധിച്ചോ കേട്ടോ. ആ സ്റ്റിയറിങ്ങിൻ്റെ ഇന്നറിൽ വേറൊരു പറയുന്നത്, ഇതൊക്കെ പ്ലാറ്റ്ഫോം ഗിയർ അല്ല. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഹാൻഡിലിൻ്റെ അടിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. ലാൻഡ് മാസ്റ്റർ അംബാസഡറിൻ്റെ വേറൊരു MIB 90 ബ്ലാക്ക് കളർ. ഇതിൻ്റെ എല്ലാം ഗിയർ ബോക്സ്, ഗിയറിൻ്റെ ലിവർ വരുന്നത് സ്റ്റിയറിങ്ങിൻ്റെ അടിയിലാണ്. പ്ലാറ്റ്ഫോം ഗിയറാണ്. വേറെ സാധനം ഭയങ്കര
ഇതൊക്കെ ഏതൊക്കെ കമ്പനിയാണെന്ന് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഷവർലെറ്റിൻ്റെ ആണോ? അത് അംബാസഡർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഇത് ഷവർലെറ്റിൻ്റെ വണ്ടിയാണ്. അത് ഷവർലെറ്റാണ്. ഇതോ ഷവർലെറ്റാണ്. ഏതുണ്ട് ഷവർലെറ്റ്? അമേരിക്കൻ കമ്പനി. ഇത് അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെ ഒരു പ്രീമിയർ പത്നി വണ്ടി. ആ ഇത് ബിജെറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. ബിജെറ്റ് ഫ്രാൻസിൻ്റെ വണ്ടിയാണ്. ബിജെറ്റ് ഫ്രാൻസ് പ്രീമിയർ പത്നിയുടെ ഒരു വലിയൊരു ഇവിടെ നോക്കിയത് വേറെ സംഭവം ഗ്ലൈഡിങ്. ഒരു പ്രതിമ ഒരു മുന്നേ കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലൈഡറിൻ്റെ ഒരു ഒറിജിനൽ ഗ്ലൈഡർ തന്നെയാണ്. ഓക്കെ ഗ്ലൈഡർമാർ ഉപയോഗിക്കുന്നത് നമുക്ക് 2-3 കാറുകൾ കാണാനുണ്ട് പിന്നീട്. ഇതാണ് നമ്മുടെ കോണ്ടസയാണ് എനിക്ക് തോന്നിയിട്ട്. കോണ്ടസയല്ലേ? കോണ്ടസ കോണ്ടസയാണത്. കോണ്ടസ അല്ലല്ലേ? കോണ്ടസേക്കാളും നീളം അല്ലേ? ഇമ്പാല. കോണ്ടസ അല്ല, കോണ്ടസ. കോണ്ടസേക്കാളും ഇമ്പാല. ഇമ്പാല ഇമ്പാല. ആ ഷവർലെറ്റ് ഇമ്പാല 1965 മോഡൽ. ഇപ്പോഴത്തെ കാറുകളുടെ ഇരട്ടി BHP ഉണ്ടായിരുന്നു. ആ CC കണ്ടില്ലേ? 6 സിലിണ്ടർ എഞ്ചിനാ. 3268 CC യാ. നമുക്കിപ്പോൾ 2000 CC താഴെയാണ് പെട്രോൾ എഞ്ചിനുള്ളൂ. 1200 നമ്മുടെ സാധാരണ കാർ. പക്ഷെ പവർ കൂടുതല. ഇപ്പോഴത്തെ സാധാരണ 82 ഒക്കെയാണ് നമ്മുടെ പുതിയ 12 ലക്ഷം 18 ലക്ഷം കൊടുക്കുന്ന വണ്ടികൾക്കുള്ളത്. ഇന്നോവ തന്നെ 2500 CC. BHP കൂടുതലുണ്ടോ? ടെക്നോളജി വരാനുള്ള പെട്രോൾ ആയിരിക്കും. അന്നത്തെ കാലത്ത് ഡീസൽ ഇല്ലല്ലോ. ആയിരത്തി 1967 ഹിൽമായി കാട്ടോക്കേരെ. ഇപ്പോഴത്തെ കിടപ്പുണ്ട് ഓപ്പൽ ലാസ്ട്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MEQ 5555 എല്ലാ ഫാൻസി നമ്പറാണ്. ഓപ്പൽ റെക്കോർഡ് സീരീസ് B 1492 CC ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ MIP 7066 എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. Americana origin. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കഴിഞ്ഞ് ഇനി താഴെ വേറെ കുറേ സേവനങ്ങളുണ്ട്. അങ്ങോട്ട് പോയി
റൈഡിങ് ഈ വഴി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ശേഖരങ്ങൾ കാണാൻ പറ്റും. അതെ, താഴോട്ടൊക്കെ ഉണ്ട് പ്രസന്ന താഴോട്ട് കാറുകൾ തന്നെയാണ്. കാറുകളാണ്. പഴയ കാറുകൾ തന്നെയാണ്. ആണല്ലേ. പാരാഗ്ലൈഡർ. പാരാഗ്ലൈഡിൻ്റെ അടുത്ത് കണ്ടായിരുന്നു. മറ്റഡോറിൻ്റെ വണ്ടിയൊക്കെ താഴെ കിടപ്പുണ്ട് കേട്ടോ. ഓ, നമ്മൾ താഴെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ടതാണ് വണ്ടിയുണ്ട്. ഒരു വണ്ടി അവിടെ കറങ്ങുന്നുണ്ട് കേട്ടോ. കേട്ടോ, സംവിധാനം ഉപയോഗിച്ചിട്ട് കറക്കി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി കറങ്ങുന്നു. ട്രക്കുകളൊക്കെ ഉണ്ട് അല്ലേ? ട്രക്കുകളൊക്കെ ഉണ്ട്. പട്ടാളക്കാരുടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പട്ടാളക്കാരുടെ വണ്ടിയുണ്ട്. ഓ, ജിപ്സിയൊക്കെ ഉണ്ട്. ഇത് മസ്ദയുടെ വണ്ടി, ജപ്പാൻ്റെ വണ്ടികളുണ്ട്. ജപ്പാൻ്റെ വണ്ടിക്ക് ഒരു പ്രത്യേക ജിപ്പാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എംബ്ലങ്ങൾ, വണ്ടിയുടെ എംബ്ലംസ് ആണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ സ്റ്റാൻഡേർഡ്, വോൾസ്വാഗൻ, ഇങ്ങനെ എംബ്ലംസ് ആണ്. ഓരോ കമ്പനിയുടെ എംബ്ലംസ് ആണ്. ാണത് അല്ലല്ല, വിവിധ തരത്തിലുള്ള വിൻറ്റേജ് കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ വണ്ടികളാണ്. നമ്മുടെ പ്രീമിയർ പത്മിനി അവിടെ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ അംബാസഡർ കിടപ്പുണ്ട്. ഇതും പ്രീമിയർ പത്മിനി, ഫിയറ്റിൻ്റെ മറ്റൊരു വണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുംബൈയിൽ പണ്ട് NH മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ 80 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ബോംബെയിൽ ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട് ഓടിക്കുന്ന വണ്ടിയാണ് പ്രീമിയർ പത്മിനി. നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, 4 സിലിണ്ടർ 1089 CC, മാക്സിമം സ്പീഡെന്ന് പറഞ്ഞാൽ 140 km/h. ഡ്രം ബ്രേക്സാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് നമ്മുടെ ടാക്സി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് പ്രീമിയർ പത്മിനി. അത് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാ അംബാസഡർ. ഇത് കുറച്ച് പുതിയ മോഡലാണെന്ന് തോന്നുന്നു. ഒരു 80 കാലഘട്ടത്തിലെ മോഡലാണ്. ഇതാ കോണ്ടസ. നാട്സിൻ്റെ വണ്ടിയാണ് കോണ്ടസ. ഇത് കോണ്ടസ അല്ലേ? ജപ്പാൻ്റെ വണ്ടി. കോണ്ടസ ജപ്പാൻ്റെ ലെഫ്റ്റ് ഡ്രൈവാ. ಜಪಾನ್ ವೆಸ್ಟರ್ನಲ್ಲಿ ಇಲ್ಲ ಇಲ್ಲ ಅಲ್ಲಿ ಮೋಸ್ಟ್ಲಿ ವೆಸ್ಟರ್ನ್ ಇದ್ರೆ ಡಾಟ್ ಯೂಸ್ ಮಾಡ್ತಾರೆ ಕಾಮಾಗೆ. ಜಪಾನ್ ಅಮೇರಿಕನ್ ಸಿಸ್ಟಮ್ ತന്നെയാണ്. ತಿರುಮಲದಲ್ಲಿ ಡಾಟ್ ಯೂಸ್ ಮಾಡೋದು. ಸಾಧಾರಣ ನಾವು ರೇಟ್ಗಳು ಸರಿಯಾಗಿ ಗೊತ್ತಿಲ್ಲ. ನಾವು 10 ಕಾಮ ಏನೇ ಸಮಥಿಂಗ್ ಇದ್ರೆ 10 ಪೈಸಾ ಅನ್ಕೊಂಡು ಎಲ್ಲ 10 ಸಾವಿರ ಇರುತ್ತೆ. പട്ടാളക്കാരൊക്കെ കൊണ്ട് ഉപയോഗിച്ചത് വണ്ടിയാണ്. ജപ്പാൻ്റെ ആണത് ഇതൊക്കെ യുദ്ധകാലത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് വണ്ടികളാണ്. പിന്നെ അതുകൊണ്ട് അവിടെ വേറെ കിടപ്പുണ്ട്. ഇതിൻ്റെ വണ്ടിയാണ്. ഇത് ഓസ്ട്രിയയുടെ വണ്ടിയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഓസ്ട്രിയ ട്രക്കുണ്ട്. ഇത് അമേരിക്കൻ ട്രക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് അല്ലേ പറഞ്ഞത്? ഇത് റൈറ്റ് എങ്ങനെയാ വന്നത്? എന്തോ റൈറ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് എങ്ങനെയാ വന്നത്? അമേരിക്കൻ ശരിയാണല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് അല്ലേ പറഞ്ഞത്? അതങ്ങനെ പറഞ്ഞത് റൈറ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വില്ലിസ് അമേരിക്കൻ കമ്പനികളിൽ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ആണ്.
റേറ്റ് വരുന്നത്. വരുന്നുണ്ടോ? റിലീസ് റേറ്റ് തന്നെയാണ് നമ്മളെ ഇത് ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയതായിരിക്കും. ആയിരിക്കും. എങ്ങനെ വന്നായിരിക്കും അല്ലേ? ഇത് നമ്മൾ മാനുവൽ നമ്മളെ പ്രൊജക്ട് ചെയ്ത് കൊടുത്തൊരു വണ്ടിയാണല്ലോ. ഓക്കെ, ചിലപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയതൊന്നായിരിക്കും വന്നതാണ്. ഇതൊരു ഉണ്ട്, ഒരു നമ്മുടെ ഈ പല്ലിച്ചാൻ ലോറി എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ലോറിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാ തുറന്ന് വെച്ചാൽ മതി. അത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ KSEBിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. അമേരിക്കൻ അഫോർഡ്. ഇപ്പുറത്തെ കണ്ടോ, നമ്മുടെ ബെൻസിൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ME-W476. നമ്മൾ ഇപ്പോഴത്തെ ടാറ്റ ട്രക്ക് എന്ന് എഴുതിയേക്കുന്ന എഞ്ചിനൊക്കെ ബെൻസാണ്. മോഡൽ 1970. ടാറ്റയും ബെൻസ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ വണ്ടിയാണ്. എഞ്ചിൻ ബെൻസാണ്. ഗടിയൊക്കെ കയറ്റാനായിട്ട് രണ്ടുപേർക്ക് ഫോട്ടോയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഭാര്യയുടെ മക്കൾ. എതിരെയും കിടന്നു പോകുന്ന ഫോട്ടോ. ആൾക്കാരുടെ വണ്ടിയുണ്ട്. സ്പെയർവേരാണ്. നല്ലതാണ്. ഇതൊക്കെ എന്ത് ഡിസൈനാണ് മനസ്സിലാവും. നമ്മുടെ കർഷകരുടെയൊക്കെ നെറ്റ് വലിച്ചു കിട്ടിക്കുന്നത്. കമ്പനിയുടെ പിന്നെ നോക്കുന്ന ഒരു ബെൻസിൻ്റെ വണ്ടിയാണ്. ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു ബെൻസ്. ഇത് അത്ര പഴക്കമുള്ള വണ്ടിയല്ല. പിന്നെ നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് മാതിരി വണ്ടിയുണ്ട്. നിങ്ങളുടെ വണ്ടികൾ കാണുന്നതെല്ലാം കോൺഗ്രസ് ആണ് തോന്നുന്നത്. അത് നെറ്റ്സാണ്. ഒരു പഴയകാലം വേറെ നടപ്പുണ്ട്. അത് നെറ്റ്സാണ്. കൊള്ളാം. പഴയകാല നെറ്റ്സ്. ഇത് നെറ്റ്സാണ് തോന്നുന്നു. അതെ, BMW സീരീസ്. ഇതേതാ ടൊയോറ്റ കൊറോള. 90 കാലഘട്ടത്തിൽ ടൊയോറ്റ കൊറോള ഉണ്ട്. ഇത് ജാഗ്വാർ സീരീസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഇവിടെ തെലങ്കാന വണ്ടിയാണ്. കാഡിലാക്ക്. ഇത് അമേരിക്കൻ വണ്ടിയാണ്. രജിസ്ട്രേഷൻ. പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മസ്ത ജപ്പാൻ്റെ വണ്ടികളാണ്. മസ്ത മോഡല് ഗിയർ കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ട്. സോറി, ഏറ്റവും വലുതുണ്ട്. 1967. ഇപ്പുറത്തെ വേണേൽ നമ്മൾ ടാറ്റ എസ്റ്റേറ്റ് മാതിരി വണ്ടി എടുക്കും. 1987 സ്റ്റാൻഡേർഡിൻ്റെ വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ഇന്ത്യൻ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ.
1986 മോഡൽ, മെയ്ഡ് ഇൻ ഇന്ത്യ. 86. ക്ലാസ് 3 മോഡൽ. ഇപ്പുറത്ത് അതെ ലാസ്റ്റ് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യൻ ആണല്ലേ, മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ. 1991. ഇന്ത്യ കോൺഗ്രസ് ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ മൊട്ടേഴ്സിൻ്റെയാണ്. സ്പെയർ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അസംബ്ലിയിൽ ആയിരിക്കും. ഒരു മാറ്റഡോറിൻ്റെ വണ്ടി നല്ല സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കളറൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ പഴയ മാറ്റഡോറാണ്. ആകെ 2 വാതിലുണ്ട്. അതിന് വേറെ എക്സ്ട്രാ വാതിലുണ്ട്. തൊട്ട് വേറെ നമ്മുടെ മാരുതി സുസുക്കി അത് വേറെ സുഹാനി ഡോൾഫിൻ സലൂൺ 1985 ഇന്ത്യൻ നിർമ്മിതാണ്. ഇതൊക്കെ ഇങ്ങനെ വണ്ടി ഇന്ത്യയിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണും. ഒരു വണ്ടി മൊത്തം പൊളിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടു. ഒരു അംബാസഡറാണ് മൊത്തം പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഡോറ, ഡിക്കി, ബോണറ്റ്, ഇത് എഞ്ചിനെല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. ടയർ ഇത് സൂപ്പറാട്ടോ. അതൊക്കെ അതിൻ്റെ പ്ലേറ്റുകൾ, ഷാഫ്റ്റ്, കപ്ലിങ്, ഗിയർ ബോക്സ്, ടയർ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോണറ്റൊക്കെ കെടുത്തു വിട്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേഡിയേറ്റർ, എഞ്ചിൻ്റെ ഫാൻ കാണാം, എല്ലാം കാണാം. അടിക്കണ്ടോ ഗിയർ ബോക്സ് ഒക്കെ മാറ്റി സൈഡിൽ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവം.